ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഇത് വേറെ ഒന്നുമല്ല, ഇത് കണ്ടോ, മുരിങ്ങയില നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില തന്നെയായിരുന്നു. അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ട് ഒരു കൊമ്പ് ഒടിഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് ഞാനെന്ന് ചീരന്ന് തോരൻ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ചീരത്തോരൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇലക്കറി ആയല്ലോ. അപ്പം അത് തന്നെയല്ലേ, ഇപ്പം നല്ല മഴയുടെ സമയത്തൊക്കെ നമ്മൾ ഈ ഇലക്കറിയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. പ്രത്യേകിച്ച് നല്ല ഗുണങ്ങളുള്ള നമ്മുടെ ഈ മുരിങ്ങയുടെ തോരൻ. അപ്പം ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടല്ലേ. ഇത് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഇല കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മൾ അതിനൊരു ചെറിയ ടിപ്സ് പറയാനായിട്ടാട്ടോ വന്നേക്കണേ. അപ്പം എന്താ, ഇതുപോലെ നമ്മളിതിൻ്റെ ഓരോ അല്ലികളും എന്താ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ അരിപ്പ പാത്രങ്ങളോ നമ്മുടെ തവിയില്ലേ, അരിപ്പ പോലത്തെ അതിനകത്തേക്ക് ഓരോ ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേത് ഇത് പതുക്കെ പുറകിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലതായി ഇതിലിങ്ങനെ കിടന്നോളും കണ്ടോ. നല്ല അപ്പോൾ എളുപ്പമുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഇതിൽ കണ്ടതാണേ. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത്. എല്ലാവർക്കും അറിയില്ല, എന്നാൽ ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇതുപോലെ വളരെ എളുപ്പമുള്ള പരിപാടി ഇത് കണ്ടോ. എല്ലാം വളരെ പെട്ടെന്നത് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ നാരും ഇതൊക്കെ ആയിട്ട് തിരിഞ്ഞിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ ഈസിയിൽ ചെയ്തെടുക്കാം. അപ്പം കുറച്ചും കൂടി വലിപ്പം കൂടി അരിപ്പയാണെങ്കിൽ നമുക്ക് ഈ തണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടത്തി വിടാം. അപ്പോൾ ഇത് ഇച്ചിരി കയറി പോയിട്ട് കുഴപ്പമില്ല. അപ്പോൾ അതിന് നോക്കിക്കോ. അയ്യോടാ, പൊട്ടിപ്പോയി. അപ്പോൾ ടാസ്ക് വിജയിച്ചില്ല അത്. അപ്പോൾ കുറച്ച് അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ എടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ അത് എളുപ്പം. വലിയ ഓട്ടയുള്ള ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ തണ്ട് ഇങ്ങനെ എടുത്തിട്ട് അത് അതിൻ്റെ ഈ ചെറിയ ഈ ഇതില്ലേ, ഈ ഭാഗം അത് ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് ബാക്കിൽ നിന്ന് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ബാക്കിൽ വന്നേക്കണോ, അതിൽ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇലയെല്ലാം അതിനകത്ത് വീണു. അതിൻ്റെ ഓരോന്നോരോന്നായി വിട്ടോളൂ. ഇതാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ്, പ്രയോജനകരമായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല ഈസിയാണ്. എന്തായാലും ഞാനത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. കണ്ടോ, എന്തായാലും കൊള്ളാം, പരിപാടി കൊള്ളാം അത്. പിന്നെ ഇങ്ങനെ ചെറിയ തളിരിട്ടൊക്കെ ചിലപ്പോൾ പോരാൻ ഇച്ചിരി പാടായിരിക്കും. അത് നമ്മളതാ ഇതുപോലെ ഒന്ന് കിള്ളിയിട്ടും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു നമ്മുടെ ഈ അരിപ്പ പാത്രം അല്ലാത്ത വേറെ സംഭവമില്ലേ, അത് ഞാൻ കാണിച്ചു തരാമേ. പരിപാടി അപ്പോൾ എളുപ്പമുള്ള പരിപാടി. അതിനകത്തുനിന്ന് മറ്റതിലേക്ക് മാറ്റേണ്ട വരില്ല. ഇതിൽ തന്നെ ചാടിക്കിടന്നോളും. ഇങ്ങനത്തെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ ഈസിയാണ്, നല്ല ഈസിയാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഉള്ളിക്കൊട്ടയൊക്കെ നമ്മൾ പിന്നെ അതുപോലെ ചോറ് വാരാൻ വയ്ക്കുന്ന അരിപ്പ പാത്രം അതിലൊക്കെ ഇങ്ങനെ ഇട്ടേച്ചും ഇത് കണ്ടോ ഈ പാത്രം. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തായിട്ട് ഇങ്ങനെ കീറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുത്ത്. അപ്പോൾ അത് കണ്ടോ, നാരങ്ങ അങ്ങ് പോന്നു. ഇനി അങ്ങനെ പോരാത്തുണ്ടെങ്കിൽ മാത്രം എടുത്ത് നമുക്ക് ഇതുപോലെ വീണ്ടും ഒന്നും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ചെയ്യാമേ. പോരുന്നുണ്ടോ? ഇത്രയുള്ള പരിപാടി.